നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിയോദര മിക്സാണ്. എളുപ്പത്തിൽ എല്ലാവർക്കും രാവിലത്തെ തിരക്കിൽ ചോറ് ഇതിലിട്ട് ഈ പുളിയോദര മിക്സ് ഇളക്കിയാൽ പുളിയോദര റൈസായി. അപ്പോൾ അതിന് വേണ്ടി ഒരു അടിക്കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ പാനോ എടുക്കുക. ഒരു 1.5-2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു 2 സ്പൂൺ കടലപ്പരിപ്പ്, കുറച്ച് ഉലുവ, ഒരു 1/2 സ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടി നന്നായി വറക്കുക. കടലപ്പരിപ്പ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും അത് വറക്കണം. അതിലേക്ക് എരിവ് അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 6 വെറ്റൽമുളകാണ് ഇട്ടേക്കുന്നത്, പിരിയൻ മുളകാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഒപ്പം ഒരു 1/2 സ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി വഴറ്റണം. നന്നായി ഫ്രൈ ചെയ്ത് കടലപ്പരിപ്പ് ഒരു ബ്രൗണിഷ് കളർ, കരിയരുത്, അതിന് മുന്നത്തെ ഒരു ബ്രൗണിഷ് കളർ എത്തുന്നവരേക്കും അത് നന്നായി വഴറ്റുക. നന്നായി അത് ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് പൊടിപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായി പൊടിയില്ല. അപ്പോൾ ഇത് ഫുൾ നന്നായി വറുത്ത് നമ്മൾ മാറ്റി വെച്ചു തണുക്കാനായിട്ട്. അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ 1.5 സ്പൂണ് നല്ലെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ കടലപ്പരിപ്പ്, ഒരു 1/2 സ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കപ്പലണ്ടി കുറച്ചധികം, അത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ കപ്പലണ്ടിയാണ് ഇട്ടേക്കുന്നത്. അത് ആവശ്യം അനുസരിച്ചിടാം. കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ് ഇതിൽ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി വറക്കുക, കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ ഒപ്പം മുന്നേ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായി മിക്സിയിൽ പൊടിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന കപ്പലണ്ടി അതൊക്കെ വഴറ്റി വെച്ചേക്കുന്ന സ്ഥലത്തിലേക്ക് 1 നാരങ്ങ അളവിൽ പുളി പിഴിഞ്ഞ ജ്യൂസ് അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായി തിളപ്പിക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട്, പാകത്തിന് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇത് തിളപ്പിക്കണം. ആ പുളിയുടെ മണം പോകുന്ന വരയ്ക്കും നന്നായി വെട്ടി തിളപ്പിക്കുക. ഇതിലേക്ക് ആദ്യം വറുത്ത് വെച്ച മിശ്രിതത്തിൻ്റെ പൗഡർ അത് നമ്മൾ ഇതിലേക്ക് ഇളക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും, കാരണം കടലപ്പരിപ്പും ഒക്കെ കൂടി ഉള്ളതാണ്. അപ്പോൾ കൈ വിടാണ്ട് നന്നായി ഇളക്കി വയ്ക്കുക. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ എളുപ്പം. ഇത് അടി പിടിക്കാണ്ട് നന്നായി ഇളക്കി വരുമ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവും. നമ്മുടെ പുളിയോദര മിക്സ് റെഡിയായി.